ഹലോ എവരിവൺ. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അതും പല മേഖലകളിലായിരിക്കും പല വ്യക്തികൾക്കും താല്പര്യം. എന്നാൽ എന്ത് തന്നെയാണെങ്കിലും ജീവിത വിജയം നമ്മൾ കരസ്ഥമാക്കണമെങ്കിൽ നമ്മളുടെ കഠിനമായിട്ടുള്ള പരിശ്രമവും സ്ഥിര ഉത്സാഹവും ഒക്കെ അത്യാവശ്യമായതുപോലെ തന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും അല്ലെങ്കിൽ ചെയ്യേണ്ട പോലെ എല്ലാം ചെയ്തിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കാത്തത് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലെ ഉപബോധ മനസ്സിനെ നമ്മൾ ശരിയായ രീതിയിൽ വിജയത്തിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിക്കാത്തത് കൊണ്ടാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് സക്സസിന് വേണ്ടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാമെന്ന് നോക്കാം. റീസ്റ്റോർ യുവർ സെറ്റിംഗ്. അതുവരെ നമ്മൾ പിന്തുടർന്നു വന്ന നമ്മുടെ ജീവിത ശൈലി എന്താണ് എന്ന് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും ലൈഫിൽ വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹം കാണും. പക്ഷെ നമ്മുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ എപ്പോഴുമുള്ള ചിന്ത, എനിക്ക് എന്റെ ലൈഫിൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. അതിനെ തന്നെ കൂടുതൽ സാധൂകരിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഫെയിലിയേഴ്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കടന്നു വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സെറ്റിംഗ്സ് എല്ലാം ഒന്ന് മാറ്റാൻ തയ്യാറാവുക. വിജയം എനിക്കും പോസിബിൾ ആണ്, അല്ലെ എനിക്ക് സാധിക്കുന്നതാണ് എന്ന് നമ്മളെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ പരാജയങ്ങൾ നമ്മുടെ ലൈഫിൽ നേരിട്ടത് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വരുന്നതിനെ നമ്മൾ ഡീപ്രോഗ്രാം ചെയ്തെടുക്കണം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫെയിലിയേഴ്സിനെ നമ്മൾ എങ്ങനെയാണോ അതുവരെ കണ്ടിരുന്നത് ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കുന്ന രീതിയിൽ നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കാനായിട്ട് തയ്യാറാവുക. ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ലൈഫിൽ വിജയം കൂടുതൽ മധുരമാക്കാനും കൂടുതൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും എന്നെ സഹായിക്കുന്ന ഒരു ചവിട്ടുപടിയാണെന്നുള്ള രീതിയിൽ ഫെയിലിയേഴ്സിനെ നമ്മൾ കാണാൻ പഠിക്കാം. അതോടൊപ്പം സക്സസിനെ നമ്മൾ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഒരുപാട് ചേഞ്ചസ് ആവശ്യമാണ്. കാരണം നമ്മൾ എന്നും ജീവിക്കുന്ന ശൈലിയിൽ തന്നെ ജീവിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ നമുക്കൊക്കെ ഓരോ ജീവിതത്തിലെ ലക്ഷ്യം കാണും. നല്ലൊരു ജോലി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കും, അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കണം. അങ്ങനെ പല പല തരത്തിലുള്ള ജീവിത വിജയങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതുവരെയുള്ള നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറണമെങ്കിൽ പുതിയ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിലീവ് ഇറ്റ്സ് പോസിബിൾ. അതെ, നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിജയം എൻ്റെ ജീവിതത്തിൽ സാധിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. അതിനു പകരം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലോ എത്താൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വിജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയം എന്നത്, അല്ലെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളോട് തന്നെ പറയുക. അതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെ ബൂസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മളുടെ കൺമുമ്പിൽ കാണുന്ന, അല്ലെ നമ്മൾ വായിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും കേട്ടിട്ടുള്ള റോൾ മോഡൽസിന്റെ ലൈഫിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചെടുക്കുന്നതും നമ്മുടെ ലൈഫിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്റ്റോപ്പ് സേയിങ് അൺഹെൽപ്ഫുൾ വേർഡ്സ്. നമ്മുടെയൊക്കെ വാക്കുകൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മളെ കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്, എന്നെ ഒന്നിനും കൊള്ളാത്ത ഒരാള്, അല്ലെങ്കിൽ എനിക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും എനിക്ക് വളരെ ആങ്സൈറ്റി ഉണ്ട്, ഞാൻ വളരെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ലേബലുകളായിരിക്കും നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ നമ്മുടെ ലൈഫിനെ നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മളുടെ വാക്കുകളുമാണ് നമ്മുടെ പ്രവൃത്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാനായിട്ട് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു ചിന്തയും ഇത് തന്നെയാണ്. എന്തിനാണ് ഞാനിങ്ങനെ വെറുതെ വാക്കുകൾ പറഞ്ഞ്, ഇതുകൊണ്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമോ, അല്ലെങ്കിൽ ഇതൊക്കെ വെറും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ തോട്ട്സും നമ്മളുടെ വേർഡ്സും നമ്മളുടെ സക്സസിലേക്ക് നമ്മളെ നയിക്കുന്ന രീതിയിലുള്ളതാക്കി എടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളുടേതാണ്. അബണ്ടന്റ് മൈൻഡ് സെറ്റ്.
ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും വിശാലമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. എപ്പോഴും ഇടുങ്ങിയ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കുള്ള വിജയം, അതിൽ നിന്നുള്ള വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും, അല്ലെ എന്തൊക്കെ മേഖലകളിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു തുറവി നമ്മളുടെ മനസ്സിനുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ വിജയിക്കാനായിട്ട് സാധിക്കൂ. വിഷ്വലൈസ് സക്സസ്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ് സക്സസിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ എന്താണോ നമ്മളുടെ മനസ്സിൽ കാണുന്നത് അതാണ് നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നത്. സ്പോർട്സ് മേഖലകളിലുള്ളവരെല്ലാം തന്നെ അവരുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തി ആ ഒരു വിജയത്തെ അവരുടെ മനസ്സിൽ കാണുകയാണ്. അതും അതിന്റെ ഓരോ സ്റ്റെപ്പുകളുമാണ്. അതിന്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നത്, ഓടുന്നത്, അത് വിജയിച്ച അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയം ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതും അത് കണ്ട് അവരുടെ ഫാമിലിയെ ആണെങ്കിലും ഫ്രണ്ട്സ് ആയാലും സന്തോഷിക്കുന്നതും ഇതൊക്കെ ആ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിൽ കാണുമ്പോൾ വിജയത്തിലേക്ക് അവരെ കൂടുതൽ എത്താൻ ഇത് സഹായിക്കുന്നുണ്ട് എന്ന പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു ആ കാര്യത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക. അതും അതിന്റെ ഓരോ ഭാഗങ്ങളും മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റുകൾ ആണെങ്കിൽ പോലും നമ്മൾ ആ സക്സസിലേക്ക് എത്തുന്നത്, അതിന്റെ തുടക്കം, അതിന്റെ ഓരോ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നതും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഭാവനയിൽ നമ്മൾ കാണാനായിട്ട് പഠിക്കുമ്പോൾ, അല്ലെ ശ്രമിക്കുമ്പോൾ അത് നമ്മളുടെ വിജയത്തിലേക്കുള്ള ആക്കം കൂട്ടാനായിട്ട് സഹായിക്കും. റൈറ്റ് ഇറ്റ് ഡൗൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ സക്സസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യമാണോ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മൾ എഴുതാൻ തയ്യാറാവുക. വളരെയധികം നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ എഴുതുക എന്ന് പറയുന്നത്. കാരണം ഒരു മെന്റൽ ക്ലാരിറ്റി കിട്ടാനായിട്ട്, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടാനായിട്ട് എഴുതുന്നതിലൂടെ നമുക്ക് സാധിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു ബിസിനസിന്റെ ഒരു കാര്യമാണ് എങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് എങ്ങനെ തുടങ്ങണം, ഏതൊക്കെ സ്റ്റെപ്പിലൂടെ കടന്നു പോയാലാണ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന ഐഡിയകൾ നമ്മൾ എഴുതുക. ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് അത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കൺഫ്യൂഷൻ ആണോ, അല്ലെങ്കിൽ ആകെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറി നല്ല ഒരു ക്ലാരിറ്റിയിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളതിലേക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പോടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടും ഈ ഒരു പ്രോസസ്സ് സഹായിക്കും. ഡു ദ വർക്ക്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റിനെയും മാറ്റി വിജയത്തിനെ സ്വപ്നം കണ്ട് നമ്മൾ മുമ്പോട്ട് പോയത് കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല. അവിടെ നമ്മളുടെ സ്ഥിരമായിട്ടുള്ള പരിശ്രമത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ പരിശ്രമത്തെ ആക്കം കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു പരിശ്രമം നല്ല രീതിയിൽ എത്താമെന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച സ്റ്റെപ്പുകളാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ വിജയത്തിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കുന്ന കാര്യം ഉത്സാഹത്തോടെയും കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെയും നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. എപ്പോഴും ഓർക്കുക, വെറുതെ ഇരുന്നാൽ ഒരു കാര്യവും നമ്മളിലേക്ക് എത്തില്ല. ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഭാഗ്യം നമ്മളെ കൂടുതലായിട്ട് തേടി വരികയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കൂടുതൽ അധ്വാനിക്കാന്, പുതിയ രീതിയിൽ കാര്യങ്ങളെ നോക്കി കാണാനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന വിജയം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.